ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 2025 തുടക്കത്തിൽ തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങി എന്നാണ് കേരളത്തിലെ ദേശീയപാത 66 പൂർണ്ണമായി തുറക്കുക എന്നുള്ളത്. അതുകൂടാതെ കേരളത്തിലെ ലാൻഡ്മാർക്കായി മാറാൻ പോകുന്ന മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലെ 2 കിലോമീറ്റർ വരുന്ന വയഡക്റ്റിന്റെ മുകൾ ഭാഗത്ത് കൂടെ എന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഫുൾ സ്ക്രീനിൽ കണ്ടാൽ മാത്രമേ നമ്മുടെ വയഡക്റ്റിന്റെ പൂർണ്ണ രൂപം കാണുകയുള്ളൂ കേട്ടോ. പിന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് നിഷാദ് പടിഞ്ഞാറ്റുമുറി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് മുക്കിലപ്പിടിക ഓവർപാസ് കഴിഞ്ഞിട്ടാണ്. പിന്നീട് നമ്മളെ ഓണിയിൽ പാലം വരുന്നുണ്ട്. അവിടെ നിന്നാണ് 4 കിലോമീറ്റർ വരുന്ന വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്നത്. വട്ടപ്പാറ മുകളിലാണ്. വളാഞ്ചേരി ബൈപ്പാസിനോടനുബന്ധിച്ചിട്ട് മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് കംപ്ലീറ്റ് ആയിട്ട് നേരെ നമ്മളെ ഓണിയിൽ പാലത്ത് വന്ന അണ്ടർപാസിൻ്റെ അവിടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈനിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഓണിയിൽ പാലം കേട്ടോ. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ വളാഞ്ചേരി ടൗണ് നമുക്ക് നേരെയാണ് പോകേണ്ടത് കേട്ടോ. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ബൈപ്പാസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഓണിയിൽ പാലത്തിൻ്റെ അവിടെ ഒരു റാമ്പ് ഉണ്ട്, എന്ന് വെച്ചാൽ ഒരു എൻട്രി. അവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളാഞ്ചേരി ബൈപ്പാസിൽ കയറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വട്ടപ്പാറയിൽ കൂടെ ഒന്നും പോകണ്ട, നേരെ ഈ ബൈപ്പാസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഓണിയിൽ പാലം എത്തുന്നതിന് മുൻപായിട്ട് ഒരു റാമ്പ് താഴത്തേക്കുണ്ട്, എന്ന് വെച്ചാൽ എക്സിറ്റ്. അതിൽ കൂടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴത്ത് വന്നിട്ട് പിന്നീട് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ വളാഞ്ചേരി ടൗൺ എത്തി. പിന്നീട് അവിടെ നിങ്ങൾക്ക് പെരിന്തൽമണ്ണയ്ക്കൊക്കെ പോകാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗത്തുള്ള എൻട്രിയും എക്സിറ്റും വരുന്നത്. അതുകൂടാതെ ഓണിയിൽ പാലത്തിൻ്റെ അവിടെ വന്ന അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞാട്ടോ. ഒരു ഭാഗത്ത് WMMൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ CTSBൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. മറുഭാഗത്ത് CTSBൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഓണിയൽ പാലത്തിൻ്റെ അവിടെ വന്ന അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന് മണ്ണിട്ട് ഉയർത്തിയ സമയത്ത് ഇവിടെ ഭയങ്കരമായ വർക്കാണ് നടന്നത്. കാരണം ഈ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RE പാനൽ അല്ലെങ്കിൽ RE ബ്ലോക്ക്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഗ്യാബിയോൺ വാൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിനോട് ചേർന്നിട്ട് റാമ്പിൻ്റെ അവിടെയൊക്കെ ഗ്യാബിയോൺ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന് മാത്രമേ ഇവിടെ RE ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല തകൃതിയായിട്ടാണ് ഇപ്പോൾ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് വയൽ പ്രദേശത്ത് കൂടെയാണ് ഈ വളാഞ്ചേരി ബൈപ്പാസ് കടന്നു പോകുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഓണിയിൽ പാലത്ത് വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 6 വരി പാലമുണ്ട് കേട്ടോ. അവിടെ ഒരു തോടുണ്ട്. ആ തോടിന് കുറുകെ 6 വരി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസ് ഉണ്ടല്ലോ, അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള ടാറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് CTSBൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് WMൻ്റെ വർക്ക് നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പൊടി മാറിയിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ റാമ്പിൻ്റെ അവിടെ ചെറുതായിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞ കേട്ടോ. പക്ഷേ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇവിടെ നല്ല പച്ചപ്പായിരുന്നു. ഇവിടെ ഫുള്ള് അന്ന് വയലിൽ നെല്ലിങ്ങനെ കിളിർത്ത് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും കൊയ്തിരിക്കുകയാണ്, കാരണം വേനൽക്കാലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി വർക്ക് നടക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിനനുബന്ധിച്ചിട്ടുള്ള ടാറിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ ഇതാണ് കാട്ടിപ്പരുത്തി അണ്ടർപാസ് കേട്ടോ. 2 ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നും സർവീസ് റോഡിൽ കേട്ടോ. ഇവിടെ വേറൊരു സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗം കഴിഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് വാൾ പണിതിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് ചെരിഞ്ഞിട്ടായിരിക്കും പോകുക കേട്ടോ. അത് പലരും ചോദിച്ചിരുന്നു ഇവിടെ എങ്ങനെയാണ് റോഡ് വരിക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു 6 വരി പാലമുണ്ട്. അവിടെയും വർക്ക് കംപ്ലീറ്റ് ആണ്. ഇവിടെയൊക്കെ സൈഡിൽ നടപ്പാതയുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ നടപ്പാത ഇതിൽ ഉപയോഗിക്കുക എന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. കാരണം ഇത് 6 വരി പാതയാണ്. കാട്ടിപ്പരുത്തി വന്ന അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് നടപ്പാതയില്ല. ഇവിടെ തോടിന് കുറുകെ പണിത പാലത്തിൻ്റെ മുകൾ ഭാഗത്താണ് നടപ്പാതയുള്ളത്. പിന്നെ അന്ന് എല്ലാവരും ചോദിച്ചിരുന്നു ഈ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. ഈ കോൺക്രീറ്റ് വാൾ കഴിഞ്ഞിട്ടാണ് ഡ്രൈനേജ് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ചെരിച്ചാണ് മണ്ണിട്ട് പോയിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ W സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വയഡക്റ്റിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇപ്പം ടാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തായിരുന്നു നമ്മൾ ഈ വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവെക്കാനുള്ള ഗേർഡറുകളൊക്കെ പ്രീകാസ്റ്റ് ചെയ്തിരുന്നത്. പഴയ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയായിരുന്നു ഗാൻഡ്രി ക്രെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു സംഭവം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഫുള്ളായിട്ട് ഈ ഗേർഡർ പ്രീകാസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ട്രailer മുഖാന്തരം ആണ് പിന്നീട് നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്.
ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് WMMന്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് CTSBന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ പിന്നീട് BC കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ടാറിംഗ് വർക്ക് പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ ഇനി W സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ വർക്ക് എടുക്കുന്ന പണിക്കാരെ സമ്മതിക്കണം. കാരണം ഒന്നാമത് ഇത് തന്നെ നല്ല ചൂടാണ്, അതുകൂടാണ്ട് നല്ല വെയിലായിരുന്നു അന്ന് ഈ ഭാഗത്ത് കേട്ടോ. വേർത്ത് കുളിക്കുകയാണ്, നല്ല ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളണ ചൂട് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിൽ ചൂട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ അതുകൂടാതെ ഈ വയഡക്റ്റ് എത്തുന്നതിന് മുൻപായിട്ട് അണ്ടർപാസിൻ്റെ പണി നടന്നിരുന്നല്ലോ. അണ്ടർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് വയഡക്റ്റിൻ്റെ അവിടെ നിന്ന് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അപ്രോച്ചോട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അണ്ടർപാസ് അതിൻ്റെ അടിഭാഗത്ത് പോയിട്ടുണ്ട്. ഒരു ചെറിയ അണ്ടർപാസ് കേട്ടോ, ലോറികളൊന്നും കടന്നു പോകില്ല. ഓട്ടോറിക്ഷ, കാറ്, ബൈക്ക്, അതുപോലെ തന്നെ പെഡസ്ട്രിയൽ പാസേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണത്. എന്തായാലും ഈ ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊന്നും വീടുകളില്ലാത്തത് നന്നായി. കാരണം അത്രത്തോളം പൊടിയാണ് ഈ വർക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എന്നുവെച്ചാൽ തെങ്ങിൻ്റെ ഒക്കെ മുകൾ ഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൊടി ഇവിടുന്ന് പാറുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ അതിമനോഹരമായ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് പറയുന്ന വയഡക്റ്റിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. എന്തായാലും കേരളത്തിലെ ദേശീയപാത 66ന്റെ വികസനത്തിൽ 3 പാലങ്ങളാണ് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ 6 വരിപ്പാലം. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഒറ്റത്തൂണിലെ 6 വരിപ്പാലം പല സ്ഥലത്തുമുണ്ട്. പക്ഷെ പല സ്ഥലത്തും ഉണ്ടെങ്കിൽ തന്നെ അത് ബോക്സ് ഗാർഡർ അല്ല. കാസർഗോഡ് നിർമ്മിച്ചിരിക്കുന്നത് ബോക്സ് ഗാർഡറിലാണ്. മറ്റുള്ള സ്ഥലത്തൊക്കെ നിർമ്മാണം പൂർണ്ണമായിട്ട് ഗാർഡറുകൾ ഉപയോഗിച്ചിട്ടാണ്. അതാണ് വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മളെ കേരളത്തിലെ അടുത്ത ചരിത്രമാകാൻ പോകുന്ന ഒരു പാലമാണ് വളാഞ്ചേരി ബൈപ്പാസിലെ 2 കിലോമീറ്റർ വരുന്ന വയഡക്റ്റ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 മീറ്ററാണ് ഇവിടെ ഒരു ഭാഗത്തുള്ള വയഡക്റ്റിനോടനുബന്ധിച്ച് നിർമ്മിച്ച പീറിൻ്റെ നീളം. അതുപോലെ തന്നെ 6 വരി പാലമാണ്. 2 കിലോമീറ്ററാണ് ഈ വയഡക്റ്റ് വരുന്നത്. പിന്നീട് ഇനിയൊന്ന് വരുന്നത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ, അത് 13 കിലോമീറ്ററാണ്. ഇപ്പോൾ ഈ അടുത്തൊരു വാർത്ത കേൾക്കുന്നുണ്ട്, എടപ്പള്ളിയിൽ നിന്നും എലിവേറ്റഡ് ഫ്ലൈ ഓവർ നീട്ടി അരൂര് വരെ പോകാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അതോടുകൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്ററിൻ്റെ അടുത്താണ് നമ്മൾ ഈ 6 വരി ഫ്ലൈ ഓവർ വരാൻ പോകുന്നത്. മിക്കവാറും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഫ്ലൈ ഓവർ കേരളത്തിലായിരിക്കും നിർമ്മിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ, ഇതാണ് വയഡക്റ്റ്. ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന കേരളത്തിലെ 2 കിലോമീറ്റർ വരുന്ന വയഡക്റ്റ് പാലം. വയഡക്റ്റിൻ്റെ പണികളെല്ലാം പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗത്ത് BC പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡറിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെയും പെയിൻറ്റിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം പണികൾ ബാക്കിയുണ്ട് എന്നുള്ളത്. വളരെ കുറച്ച് ഭാഗം മാത്രമേ പണികൾ കഴിയാനുള്ളൂ. ഇനി വർക്ക് നടക്കാനുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് തയ്യാറായി വാഹനം കടത്തിവിടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടനം ഒരു ചരിത്രപരമായ നിമിഷമായിരിക്കും. കുറേ നാളായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം വട്ടപ്പാറ വളവിലെ അപകടം നമ്മൾ എന്നും കേൾക്കുന്നതാണ്. ഓരോ വർഷത്തിൽ എത്രത്തോളം അപകടങ്ങൾ, അതിൽ എത്രത്തോളം ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഇതിന് മുൻപ് ഈ വളവ് ഭയങ്കരമായ വളവായിട്ടൊന്ന് നിവർത്താനൊക്കെ നോക്കിയതാണ്. പക്ഷേ വളവ് അത്രത്തോളം നിവർന്നില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് വളവ് കുറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്ക്. അപ്പോൾ ഈ 2 ഭാഗത്തുമുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നതാണ്. യാത്രയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളാഞ്ചേരി ബൈപ്പാസ് വരുന്നതും അതുപോലെ തന്നെ അതിലെ വയഡക്റ്റ് പാലത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതും. നോക്കിയാൽ നിങ്ങൾ, നീണ്ട് നിവർന്ന് കിടക്കണ 2 കിലോമീറ്റർ വരുന്ന വയഡക്റ്റ് കേട്ടോ വളാഞ്ചേരി ബൈപ്പാസിൽ. സത്യം പറഞ്ഞാൽ ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റ് നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു 32 മീറ്ററാണ് ഇതിലുള്ള ഒരു പീറിൻ്റെ ഹൈറ്റ് എന്നുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ പോവുക. യൂട്യൂബ് ചാനലിൽ പോയിട്ട് നേരെ പ്ലേലിസ്റ്റ് എടുക്കുക. അതിൽ വളാഞ്ചേരി ബൈപ്പാസ് എന്നുണ്ടാവും. അതുകൊണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2022 മുതൽ ഇതുവരെ വളാഞ്ചേരി ബൈപ്പാസിലുള്ള ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഓരോ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ പീർ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് പീർ ക്യാപ്പിന് വേണ്ടിയിട്ട് സ്റ്റേജൊക്കെ നിർമ്മിച്ചിട്ടാണ് താഴ്ത്തുന്ന തന്നെ സ്റ്റേജ് നിർമ്മിക്കും. പക്ഷേ ഇവിടെ ഈ വയഡക്റ്റിൻ്റെ അവിടെ പീർ ക്യാപ്പൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ പ്രത്യേക രീതിയിലാട്ടോ. അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നേരെ യൂട്യൂബിൽ കണ്ട് പോയിക്കോളൂ. എന്നാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടും കണ്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ വട്ടപ്പാറ മുകൾ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു.
ഇനി വർക്ക് നടക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വട്ടപ്പാറ മുകളിൻ്റെ മുകൾ ഭാഗത്ത് വലിയൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ ഇടയിൽ കൂടിയാണ് ഇതിൻ്റെ അപ്രോച്ച് റോഡ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിന് മുൻപ് കുറേ പ്രാവശ്യം പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയതാണ്. ഇപ്പോൾ ഏകദേശം പാറയൊക്കെ പൊട്ടിക്കുന്ന അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും മണ്ണെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ സൈഡിൽ ഓരോ തട്ടായിട്ടാണ് മണ്ണെടുത്തിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ തകൃതിയായിട്ട് പാറ പൊട്ടിക്കുന്ന വർക്കും പാറകൾ ഇവിടുന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ RE ബ്ലോക്കിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. മണ്ണിട്ടുയർത്തി വന്ന പ്രദേശത്തും അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത് കണ്ടോ നിങ്ങൾ. ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയത് ഓരോ തട്ടായിട്ടാണ്. അതിനിവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഷോർട്ട് കട്ട് ചെയ്യുക. നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൽ കുന്നിയോറമല മണ്ണെടുത്ത് താഴ്ത്തിയ മാതിരിയല്ല KNRCL ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്നത് കേട്ടോ. രണ്ടിൻ്റെയും വർക്കിൽ നല്ല വ്യത്യാസമുണ്ട്. വളാഞ്ചേരി ബൈപ്പാസിനോട് വെച്ചിട്ട് വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ വർക്കാണ് മെയിൻ ആയിട്ടുള്ളൊരു വർക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ടാറിങ് വേഗം നടക്കുന്നുണ്ട്. പിന്നീട് ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം താഴ്ന്ന പ്രദേശമായിരുന്നു. അവിടെ ഒരു വളവുണ്ടായിരുന്നു. ആ വളവും പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ടോ. കണ്ട വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ബാക്കിലേക്ക് നോക്കി നിങ്ങൾ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്ന നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റ് ഇവിടുന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞാൽ എത്ര ദൂരത്തുനിന്ന് പോലും ഈ വയഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത്. അത്രയും വലിയൊരു വയഡക്റ്റും ഒരു എഞ്ചിനീയറിംഗും വിസ്മയം തന്നെയാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം ഇപ്പം നമ്മൾ നേരെ വട്ടപ്പാറയിൽ നിന്ന് നേരെ കഞ്ഞിപ്പുര ഭാഗത്ത് പോകുന്ന സ്ഥലത്തുള്ള ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു. നമ്മളെ കഞ്ഞിപ്പുര എത്തുന്നതിന് മുൻപുള്ള ഭാഗം അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് 6 വരിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് കളി മാറുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കഞ്ഞിപ്പുര അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം ഈ കഞ്ഞിപ്പുര ഭാഗത്ത് ഒരു ഓവർപാസൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഇതൊക്കെ മാറ്റിയിട്ടാണ് അണ്ടർപാസ് വന്നത്. അപ്പം അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ ലൈൻ മാർക്കിംഗ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗം കേട്ടോ. രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിൻ്റെ പെയിൻറ്റിങ്ങും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കഞ്ഞിപ്പുര ടൗണാണിത്. ആ ജംഗ്ഷനിൽ വന്ന അണ്ടർപാസാണ്. ഇവിടുന്ന് അടുത്ത ഭാഗത്തോട്ട് വേറൊരു ബൈപ്പാസ് പോകുന്നുണ്ട്, കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ്. അതിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാട്ടോ. മിക്കവാറും ഈ അടുത്ത് തന്നെ അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടായിരിക്കുന്നതും. അപ്പോൾ വളാഞ്ചേരി 2 ബൈപ്പാസുകളാണ് ഉള്ളത്. ഒന്ന് വളാഞ്ചേരി ബൈപ്പാസ് വയഡക്റ്റ് ഉള്ളതും അതുപോലെ തന്നെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസും. അപ്പോൾ ഇതൊക്കെ കഞ്ഞിപ്പുര അണ്ടർപാസിനനുബന്ധിച്ച് അപ്രോച്ച് റോഡാട്ടോ. അപ്രോച്ച് റോഡിൻ്റെ മുകൾ ഭാഗത്തുള്ള ലൈൻ മാർക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കരിപ്പോൾ ഓവർപാസ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളാഞ്ചേരി ബൈപ്പാസ് ഉൾപ്പെടുന്നത് വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള റീച്ചിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞ ഉടനെ ആദവനാട് പഞ്ചായത്ത് ഓഫീസ് ഉണ്ട്. അവിടുന്നാണ് ഈ 2ാമത്തെ റീച്ച് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ വളാഞ്ചേരി ബൈപ്പാസ് ഉൾപ്പെട്ടിരിക്കുന്നത് 2ാമത്തെ റീച്ചിലാണ്. കരിപ്പോൾ ഓവർപാസ് വന്നിരിക്കുന്നത് ആദ്യ റീച്ചിലുമാണ്. കരിപ്പോൾ ഓവർപാസിൻ്റെ പണിയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും അവസാനം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ മാത്രമേ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ. ഇവിടെ മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. CTSBൻ്റെ വർക്ക് എവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല. WMMൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരിപ്പോൾ ഓവർപാസിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറുഭാഗം നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ വലിയ വലിയ പാറ ഉണ്ടായിരുന്നു കേട്ടോ. പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത്. വെട്ടിച്ചിറ ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപാണ് ടോൾ പ്ലാസൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അപ്പം ഈ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലമുണ്ട് കരിപ്പോൾ ഓവർപാസിൻ്റെ. അവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് PQC ചെയ്ത റോഡാട്ടോ. എന്ന് വെച്ചാൽ ടോൾ പ്ലാസയോടനുബന്ധിച്ചിട്ട് ഉള്ള വർക്കുകൾ ഇവിടെയാണ് നടന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ അതിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ടോൾ പ്ലാസൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാട്ടോ. അപ്പോൾ മലപ്പുറം ജില്ലയിലെ പണികൾ പൂർത്തീകരിക്കുന്നതിൻ്റെ അതേ വേഗതയിൽ തന്നെ ടോൾ പ്ലാസൻ്റെ പണികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്ടാഗ് എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ ഫാസ്ടാഗ് എടുക്കുക കേട്ടോ. ഇനി ഫാസ്ടാഗിൻ്റെ കാലമാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എന്നാണ് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് തുറക്കാൻ പോവുക എന്നുള്ളത്, എത്രത്തോളം പണികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.